നമസ്കാരം. നെക്സ്റ്റ് വാട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എനർജി സേവിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ സാധാരണ കേൾക്കുന്നൊരു വാചകമാണ് എനർജി സേവ് ചെയ്യുന്നത് എനർജി ഉണ്ടാക്കുന്നതിന് തുല്യമാണെന്നുള്ളത്. എനർജി വേസ്റ്റ് ഇല്ലാണ്ട് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ കടമകളിലൊന്നാണ്. കഴിഞ്ഞൊരു 10 വർഷത്തിൽ നമ്മുടെ ലൈറ്റിംഗ് സിസ്റ്റത്തിലുണ്ടായ ഒരു ചേഞ്ചിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു 10 വർഷം മുന്നേ സാധാരണ വീടുകളിലെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫിലമെന്റ് ലാമ്പുകളാണ്, ഇൻകാൻഡസെന്റ് ലാമ്പുകൾ എന്നറിയപ്പെടുന്ന ഫിലമെന്റ് ഉള്ള ലാമ്പുകളാണ് നമ്മുടെ ഒരു 10 വർഷം അപ്പുറം നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഗ്രാജുവൽ എന്ത് ചെയ്തു, CFLകളിലേക്ക് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ളൊരു ചേഞ്ച് ഓവർ വന്നു അല്ലേ. എല്ലാവരും CFL ലാമ്പുകളിലേക്ക് മാറി. KSEB ഒക്കെ വഴി നമുക്ക് CFL ലാമ്പുകൾ വിതരണം ചെയ്തു. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി ഒരു CFL റവല്യൂഷൻ വന്നു. അത് കഴിഞ്ഞ് ഇപ്പം എന്ത് ചെയ്തു, ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് LED മാറി. നമ്മൾ ഇന്ന് കാണുന്ന ലൈറ്റുകളൊക്കെ എന്താണ്, LED ആണ്. സാധാരണ എല്ലാവരും വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നതും, വീടുകളിൽ മാത്രമല്ല കൊമേഴ്ഷ്യൽ സ്പേസുകളിലൊക്കെ ഇപ്പോൾ LED ലൈറ്റാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്. ടൗണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, LED ലൈറ്റുകൾ വിൽക്കുന്ന ഒരുപാട് കടകളും കാണാം. എന്തുകൊണ്ടാണ് ഈ ഒരു ചേഞ്ച് ഓവർ വന്നത്? ഫിലമെൻ്റ് ലാമ്പിൽ നിന്ന് LED വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ എനർജി കൺസംഷനാണ്. നമ്മുടെ ഈ ഉപകരണങ്ങളുടെ പവർ പറയുമ്പോൾ വാട്ടിലാണ് നമ്മൾ പറയുക അല്ലേ. ഇത്ര വാട്ടിൻ്റെ ബൾബാണെന്ന് നമ്മൾ സാധാരണ പറയും. അപ്പോൾ ഇങ്ങനൊരു ചേഞ്ച് ഓവറിന് കാരണം ഫിലമെൻ്റ് ലാമ്പുകൾ, ഇപ്പോൾ ഒരു 60 വാട്ട് പവറുള്ള ഒരു ഫിലമെൻ്റ് ലാമ്പ് തരുന്ന അതേ പ്രകാശം അതിൻ്റെ പകുതി വാട്ടേജുള്ള ഒരു LED ലാമ്പിന് തരാൻ പറ്റുമെങ്കിൽ 20 വാട്ടോ 25 വാട്ടോ ഉള്ള ഒരു LED ലാമ്പിന് 60 വാട്ട് പവറുള്ള ഒരു ഫിലമെൻ്റ് ലാമ്പ് തരുന്ന പ്രകാശം തരാൻ പറ്റും. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ഗ്രാജുവലി ഫിലമെൻ്റ് ലാമ്പിൽ നിന്ന് LED ലാമ്പിലേക്ക് എത്താനുള്ള ഒരു കാരണം. ഇങ്ങനെ വാട്ടേജ് കുറയുമ്പോൾ എന്താ സംഭവിക്കാം, നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പണം നമ്മൾ KSEBയിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാട്ട് കുറക്കുന്നത്. അതായത് നമുക്ക് തരുന്ന ഔട്ട്പുട്ട് കുറയാതെ വാട്ട് കുറക്കാനുള്ള ഒരു മാർഗം നോക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്താണ്, നമ്മൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം പൈസ ലാഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പൈസ ലാഭിക്കുക, പക്ഷേ ഔട്ട്പുട്ട് കുറയാണ്ട് നമുക്ക് പൈസ ലാഭിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇങ്ങനെ ഫിലമെൻ്റ് ടു LED ഉള്ള ഒരു കൺവേർഷൻ നടന്നത്. അപ്പോൾ അങ്ങനെ ലൈറ്റ് മൊത്തം ഇപ്പോൾ LED ആയ സമയത്ത് എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള എനർജി കൺസംഷൻ ഒരുപാട് കുറഞ്ഞു. കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ അവർക്ക് പണം ഒരുപാട് ലാഭിക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ ലൈറ്റിൽ അപ്പോൾ നമ്മളിങ്ങനെ ഒരു എനർജി സേവിങ് നടത്തിയപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ എനർജി കൺസ്യൂം ചെയ്യുന്ന വേറൊരു ഉപകരണമാണ്, വീട്ടിലുള്ള വേറൊരു ഉപകരണമാണ് ഫാൻ ഇല്ലാണ്ട് നമുക്കൊരു സെക്കൻഡ് പോലും നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അത് എത്ര മഴയുള്ള സിറ്റുവേഷൻ ആയാലും ശരി, എത്ര തണുപ്പുള്ള അവസ്ഥയിലായാലും ശരി, നമുക്ക് ഫാൻ കൂടിയേ തീരുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അറിയാണ്ട് വീട്ടിലെ എനർജി ഉപയോഗം കൂട്ടുന്ന ഒരു ഇലക്ട്രിക് ഉപകരണമാണ് ഫാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫാൻ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ മോട്ടോർ ഫാൻ, ഇൻഡക്ഷൻ മോട്ടോർ പ്രിൻസിപ്പൾ ബേസ് ചെയ്തിട്ടുള്ള ഫാനുകളാണ് നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും എന്താണ്, ഇതുപോലെ എനർജി കൺസ്യൂം ചെയ്യുന്ന, ഒരുപാട് എനർജി കൺസ്യൂം ചെയ്യുന്ന ഒരു ഉപകരണമാണ്. നമ്മൾ രാത്രി മൊത്തം ഫാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ 4-5 ഫാനുകൾ എന്തായാലും കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് എനർജി ഉപയോഗം ഈ ഫാനിലൂടെ തന്നെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അടുത്ത തലമുറ എന്ന് പറയുന്നത്, ഫിലമെൻ്റ് ലാമ്പുകൾ LED ആയ പോലെ തന്നെ ഫാനുകളുടെ അടുത്ത തലമുറ എന്ന് പറയുന്നത് BLDC ഫാനുകളാണ്, ബ്രഷ്ലെസ് DC മോട്ടോർ ഫാനുകൾ. അപ്പോൾ ബ്രഷ്ലെസ് DC മോട്ടോർ ഫാനുകൾ, BLDC ഫാനുകളാണ് ഇന്ന് മാർക്കറ്റിലുള്ള പഴയ ഫാനുകളെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന, എനർജി ഉപയോഗം വളരെ കുറവുള്ള എങ്കിൽ അതേ ഔട്ട്പുട്ട് തരുന്ന ഫാനുകൾ. അപ്പോൾ ഈ ഫാനുകൾ തമ്മിലുള്ളൊരു കമ്പാരിസണാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. നമ്മുടെ നോർമൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ മോട്ടോർ ഫാനും BLDC ഫാനും തമ്മിലുള്ള കമ്പാരിസൺ, എങ്ങനെയാണ് അത് തമ്മിലുള്ള എനർജി ഉപയോഗം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അതെങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്, ഈ BLDC ഫാനിൻ്റെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഒസീക്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ കേരളത്തിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു മേജർ ബ്രാൻഡ് തന്നെയാണ് ഒസീക്കോ എന്ന് പറയുന്നത്. നല്ല സർവീസ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബ്രാൻഡാണ് ഒസീക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഒസീക്കോൻ്റെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇന്ന് നമ്മുടെ നോർമൽ, എൻ്റെ വീട്ടിൽ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഡക്ഷൻ മോട്ടോർ ഫാനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ്. അത് തമ്മിലുള്ള എനർജി ഉപയോഗം എത്ര വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം.
ഈ കാണുന്നത് ഒരു ഇൻഡക്ഷൻ മോട്ടോർ ഫാനാണ്. ബജാജ് കമ്പനീൻ്റെ ഒരു ഫാൻസി മോഡലാണിത്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഫാനാണ്. ഇതിനാണ് നമ്മൾ ഈ BLDC ആയിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു സ്മാർട്ട് പ്ലഗ് കണക്ട് ചെയ്തിട്ടുണ്ട്. എത്ര വാട്ട്സ് അത് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് പ്ലഗ് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 5 സ്പീഡ് റെഗുലേറ്ററും ഈ ഫാനിന് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്മാർട്ട് പ്ലഗ് ഓൺ ചെയ്തു. അപ്പോൾ നമുക്ക് ആ സ്മാർട്ട് പ്ലഗ് വഴിയാണ് ഫാനിലേക്കുള്ള സപ്ലൈ പോകുന്നത്. അപ്പോൾ ഫാൻ എത്ര വാട്ട്സിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മൊബൈൽ ആപ്പ് വഴി അറിയാൻ പറ്റും. ഞാൻ ഫാനിൻ്റെ സ്പീഡ് 0 നിന്ന് 1ലേക്ക് മാറ്റി. ഇപ്പോൾ ഫസ്റ്റ് സ്പീഡിലാണ് ഇത് കറങ്ങുന്നത്. ഇനി ഞാൻ ഫോണിൽ ആ സ്മാർട്ട് പ്ലഗിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് കൺസ്യൂം ചെയ്യുന്ന എത്ര വാട്ട്സിലാണ് ഫാൻ കറങ്ങുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ ഇൻഡക്ഷൻ മോട്ടോർ ഫാൻ ഫസ്റ്റ് സ്പീഡിൽ 18 വാട്ട്സാണ് കൺസ്യൂം ചെയ്യുന്നത്. ഇനി ഞാൻ സ്പീഡ് 2ലേക്ക് മാറ്റി. ഇപ്പോൾ വാട്ടേജ് 32 വാട്ടായി മാറി. നെക്സ്റ്റ് സ്പീഡ് 3ലേക്ക് മാറ്റി. ഇപ്പോൾ കൺസംഷൻ 43 വാട്ട്സായി മാറി. സ്പീഡ് 4ആക്കി മാറ്റി. ഇപ്പോൾ വീണ്ടും കൺസംഷൻ കൂടി. ടോപ്പ് സ്പീഡിലേക്ക് മാറ്റി. ഇപ്പോൾ ഏകദേശം 75 വാട്ട്സിന് അടുത്താണ് ഈ ഫാൻ കൺസ്യൂം ചെയ്യുന്നത്. ഏകദേശം 77 വാട്ട്സ് ഉണ്ട് ഇപ്പോഴുള്ള കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോർ ഫാനിൻ്റെ അതാണ്. ഇനി BLDC മോട്ടോർ ഫാൻ നോക്കാം നമുക്ക്. ഇതാണ് ഒസീക്കോയുടെ ഒരു ബേസിക് മോഡൽ BLDC ഫാൻ. ഇതിന് റെഗുലേറ്റർ ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് സപ്ലൈയിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം. റെഗുലേറ്ററിന് പകരമായിട്ട് ഇതിന് റിമോട്ട് കൺട്രോളാണ് വരുന്നത്. ഇതിനകത്താണ് നമ്മൾ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. റിമോട്ടിൽ ഞാൻ ഫാൻ ഓൺ ചെയ്തു. ഫസ്റ്റ് സ്പീഡിൽ സെലക്ട് ചെയ്തു. ഒന്നാമത്തെ സ്പീഡിൽ 3.2 വാട്ട്സ് ആണ് ഈ ഫാൻ കൺസ്യൂം ചെയ്യുന്നത്. സ്പീഡ് 2, കൺസംഷൻ 8.9 വാട്ട്സ് ആണ്. സ്പീഡ് 3, കൺസംഷൻ 13 വാട്ട്സ് ആണ്. ഫോർത്ത് സ്പീഡ്, കൺസംഷൻ 22 വാട്ട്സ് ആണ്. ഇനി ടോപ്പ് സ്പീഡിൽ എത്ര കൺസ്യൂം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ടോപ്പ് സ്പീഡിൽ ഏകദേശം 31 വാട്ട്സ് ആണ് BLDC ഫാൻ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ഫാനിൻ്റെയും ടോപ്പ് സ്പീഡ് കൺസിഡർ ചെയ്താൽ ഇൻഡക്ഷൻ മോട്ടോർ ഫാൻ ഏകദേശം 76 വാട്ട്സും BLDC ഫാൻ 31 വാട്ട്സും മാത്രമാണ് കൺസ്യൂം ചെയ്യുന്നത്. നേരെ പകുതി പോലും വാട്ടേജ് ഇല്ല BLDC ഫാന്. പക്ഷേ രണ്ടും തരുന്ന കാറ്റ് ഏകദേശം സിമിലർ തന്നെയാണ്. ഒരേ സ്പീഡിൽ തന്നെയാണ് രണ്ട് ഫാനും നമുക്ക് കാറ്റ് തരുന്നത്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് KCB ചാർജ് ചെയ്യുന്നത് യൂണിറ്റിന് 3 രൂപയാണെന്ന് കരുതുക.
ദിവസേന നിങ്ങൾ 10 മണിക്കൂർ ഫാൻ ഉപയോഗിക്കുന്നു വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു മാസം ഒരു ഫാനിൽ നിന്ന് മാത്രം വരുന്ന ചിലവ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ മോട്ടോർ ഫാനിൻ്റെ 22 യൂണിറ്റും 68 രൂപയാണ്. BLDC ഫാന് വെറും 9 യൂണിറ്റും 27 രൂപയും മാത്രമേ ചിലവ് വരുന്നുള്ളൂ. അങ്ങനെ ഒരു വീട്ടിൽ ഏതാണ്ട് 5-6 ഫാനുകൾ ഉണ്ടാവാം സാധാരണ. അപ്പോൾ ഈ ഫാനിൻ്റെയൊക്കെ ഒരു മാസത്തെ ചിലവ് എടുത്ത് നോക്കിയാൽ അതൊരു വലിയ എമൗണ്ട് ആയിട്ട് മാറുന്നതായിട്ട് കാണാം. ഇൻഡക്ഷൻ മോട്ടോർ ഫാനുകൾ ഫുൾ സ്പീഡിൽ ഏകദേശം 75 വാട്ട്സ് ഉപയോഗിക്കുന്ന സമയത്ത് BLDC ഫാനുകൾ വെറും 31 വാട്ട്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഏതാണ്ട് ഒരേ കാറ്റ് തന്നെയാണ് 2 ഫാനുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല പ്രത്യേകതകൾ, BLDC ഫാനുകൾക്ക് ഇത് മാത്രമല്ല പ്രത്യേകതകൾ. നോയ്സ് വളരെ കുറവാണ്. നമ്മുടെ പഴയ ഫാനുകളെ അപേക്ഷിച്ച് നോയ്സ് വളരെ കുറവാണ്. അപ്പോൾ ഇത്രയും പവർ കുറവായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവേർട്ടറിലൊക്കെ ഓടുന്ന സമയത്ത് കൂടുതൽ ബാക്കപ്പ് ടൈം കിട്ടും ഇൻവേർട്ടറിന്. അതുപോലെ ഇൻവേർട്ടറിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ശബ്ദ വ്യത്യാസമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഹമ്മിങ് നോയ്സ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ ഫാനുകൾ അറിയാം, ഇൻവേർട്ടറിലേക്ക് മാറുന്ന സമയത്ത് ഒരു നോയ്സ് ഉണ്ടാവാം. അതൊന്നും നമ്മുടെ BLDC ഫാനുകൾക്ക് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജീസും ഇതിനകത്ത് ഇംപ്ലിമെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടു, ഇതൊരു ബേസിക് മോഡൽ BLDC ഫാനാണ്. ഇതിനകത്ത് തന്നെ റിമോട്ട് ഉണ്ട്. നമ്മൾ റെഗുലേറ്ററിന് വരുന്ന റിമോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആപ്പ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് ഫാനുകളുണ്ട്, വോയിസ് കൺട്രോൾഡ് ആയിട്ടുള്ള ഫാനുകളുണ്ട്. ഇതൊക്കെ BLDC ഫാനിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന കുറേ പ്രത്യേകതകളാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ന്യൂ ജനറേഷൻ ഫാനുകളാണ്. പക്ഷേ ഇതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ഇനീഷ്യൽ കോസ്റ്റാണ്. നമ്മൾ സാധാരണ ഫാനിൻ്റെ ഡബിൾ പ്രൈസിലാണ് നമ്മൾ BLDC ഫാനുകൾ വാങ്ങുക. ആ ഇനീഷ്യൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് BLDC ഫാനുകൾക്ക് വളരെ കൂടുതലാണ്. അതെങ്ങനെ ലാഭകരമാവുമെന്ന് ചോദിച്ചാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ അതിൻ്റെ യൂസേജിൽ നമ്മളത് ലാഭിക്കാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇതിൻ്റെ പകുതി എനർജി ഉപയോഗം മാത്രമേ ആ ഫാനുകൾക്കുള്ളൂ. അപ്പോൾ 1-2 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 4-5 മാസം കൊണ്ട് നമുക്ക് ഈ എനർജി ഉപയോഗത്തിലൂടെ നമ്മൾ ഇനീഷ്യലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പുതിയതായിട്ട് വീട് വെക്കുന്നവർ അല്ലെങ്കിൽ ഫർണിഷിങ് നടത്തുന്നവർ അല്ലെങ്കിൽ പുതിയ ഓഫീസുകളൊക്കെ ചെയ്യുന്നവർ BLDC ഫാനുകൾ ചൂസ് ചെയ്യുക. നിങ്ങൾ ലൈറ്റിന് വേണ്ടിയിട്ട് LED ചൂസ് ചെയ്യുന്ന പോലെ തന്നെ ഫാനുകൾക്ക് വേണ്ടിയിട്ട് BLDC ഫാനുകൾ ചൂസ് ചെയ്യുക. അത് എനർജി ഉപയോഗത്തിൽ കാര്യമായ ഡിഫറൻസ് ഉണ്ടാക്കും. അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.